മുസ്ലിം ലീഗിൽ ഒരാൾക്ക് ഒരു പദവി വ്യവസ്ഥ കർശനമായി നടപ്പാക്കാൻ സംസ്ഥാന നേതൃത്വം തീരുമാനിച്ചതോടെ ജില്ലയിലെ ലീഗ് നേതൃത്വത്തിലും അഴിച്ചുപണി. ഇതോടെ കലക്ടർ മാഹിൻ ഹാജിക്ക് ലീഗ് ജില്ലാ പ്രസിഡന്റ് സ്ഥാനവും UDF ചെയർമാൻ സ്ഥാനവും ഒഴിയേണ്ടിവരും. ഡ്രീം ഫ്ലവർ IVF സെന്റർ കേരളത്തിലാദ്യമായി AI എംബ്രിയോസ്കോപ്പി സാങ്കേതികവിദ്യയിലൂടെ വന്ധ്യതാ ചികിത്സയിൽ വിപ്ലവം സൃഷ്ടിച്ച 14 വർഷത്തെ പാരമ്പര്യം, 10,000-ലധികം പുഞ്ചിരികൾക്ക് സാക്ഷ്യം വഹിച്ച മികവ്. ഇപ്പോൾ വെറും 60+ മെഡിസിൻ IVF പാക്കേജ് ഡ്രീം ഫ്ലവറിൽ മാത്രം. ഡ്രീം ഫ്ലവർ IVF സെന്റർ, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ, കാസർഗോഡ്. മുസ്ലിം ലീഗിൽ ഒരാൾക്ക് ഒരു പദവി വ്യവസ്ഥ കർശനമായി നടപ്പിലാക്കുവാൻ സംസ്ഥാന നേതൃത്വം തീരുമാനിച്ചതോടെ കാസർഗോഡ് ജില്ലയിലെ ലീഗ് നേതൃത്വത്തിലും അഴിച്ചുപണിക്ക് കളമൊരുങ്ങുന്നു. പാർലമെന്ററി പദവിയിലുള്ളവർ സംഘടനാ പദവി ഒഴിയണമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സാദിഖ് അലി ശിഹാബ് തങ്ങളാണ് ആവശ്യപ്പെട്ടത്. പാർട്ടിയിലെ മന്ത്രിമാരും MLA-മാരും നിലവിൽ വഹിക്കുന്ന പാർട്ടി ഭാരവാഹിത്വങ്ങളും പോഷക സംഘടനകളിലെ പദവികളും അടിയന്തരമായി ഒഴിയണമെന്നാണ് അദ്ദേഹം നിർദ്ദേശിച്ചത്. ഇതോടെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് മണ്ഡലത്തിൽ നിന്നും മികച്ച ഭൂരിപക്ഷത്തോടെ വിജയിച്ച കലക്ടർ മാഹിൻ MLA-ക്ക് 2 പദവികൾ ഒഴിയേണ്ടിവരും. അദ്ദേഹം നിലവിൽ വഹിക്കുന്ന മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് പദവിയും അതോടൊപ്പം UDF ജില്ലാ ചെയർമാൻ സ്ഥാനവുമാണ് ഒഴിയേണ്ടി വരിക. മുസ്ലിം ലീഗിൻ്റെയും UDF-ൻ്റെയും ശക്തമായ കോട്ടയായ കാസർഗോഡ് ജില്ലയിൽ ഒരേ സമയം 2 പ്രമുഖ സ്ഥാനങ്ങളിലേക്ക് പുതിയ നേതാവിനെ കണ്ടെത്തുകയെന്ന വെല്ലുവിളിയാണ് പാർട്ടിക്ക് മുന്നിലുള്ളത്. സംഘടനയെ അടിത്തട്ടിൽ ശക്തമായി നിർത്തുവാൻ മുഴുവൻ സമയവും പ്രവർത്തിക്കുന്ന നേതാവിനെയാണ് മുസ്ലിം ലീഗിന് ആവശ്യം. നിലവിലെ ഭാരവാഹികളിൽ നിന്നോ മുതിർന്ന നേതാക്കളിൽ നിന്നോ ഒരാൾ ഈ പദവിയിലേക്ക് എത്തിയേക്കാം. UDF ജില്ലാ ചെയർമാൻ സ്ഥാനവും ലീഗിനായതിനാൽ മുന്നണിയിലെ ഘടകകക്ഷികളെ ഒന്നിച്ചു കൊണ്ടുപോകുവാനും രാഷ്ട്രീയ സമരങ്ങൾക്ക് നേതൃത്വം നൽകുവാനും പ്രാപ്തിയുള്ളയാളെയാണ് പരിഗണിക്കുന്നത്. കലക്ടർ മാഹിൻ പദവികൾ ഒഴിയുന്നതോടെ മുസ്ലിം ലീഗ് ജില്ലാ നേതൃത്വത്തിലേക്ക് പരിഗണിക്കപ്പെടാൻ സാധ്യതയുള്ള പ്രമുഖ നേതാക്കളുടെ പേരുകൾ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ സജീവമാണ്. മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി A. അബ്ദുറഹിമാൻ, ജില്ലാ ട്രഷറർ PM മുനീർ ഹാജി, മുൻ കാസർഗോഡ് MLA-യും നിലവിൽ മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായ NA നെല്ലിക്കുന്നു തുടങ്ങിയവരുടെ പേരുകൾ പരിഗണിച്ചേക്കുമെന്നാണ് സൂചന. ഇവരിൽ ആരെങ്കിലും പ്രസിഡന്റായാൽ ഈ സ്ഥാനങ്ങളിലേക്കും പുതിയ ആളുകളെ കണ്ടെത്തേണ്ടി വരും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.